ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ അനുവിന് മഞ്ഞപ്പിത്തായതുകൊണ്ട് ഓന് കഞ്ഞി കൊടുത്ത പാത്രപ്പം ഞാൻ കഴുകുകയാണ്. ആദ്യം സോപ്പിട്ട് കഴുകുകട്ട് ചൂടുവെള്ളം അടുപ്പത്ത് വെച്ചേക്കണം. എന്നിട്ട് അതിലും കൂടി ഞങ്ങൾ കഴുകുകയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഗൈസ് കഴുകണത്. ആകെ 2-3 പാത്രമുള്ളൂ. ഓന് എടുത്ത പാത്രങ്ങൾ, ഓൻ കഞ്ഞി കുടിച്ചത്, വെള്ളം പല്ല് വെക്കാൻ കൊണ്ടുപോയി ചൂടുവെള്ളം കൊണ്ടുപോയ പാത്രങ്ങൾ. ഗൈസ് അടുപ്പത്ത് വെള്ളം വെച്ച്, വെള്ളം എന്തിനാ വെച്ചിരിക്കണത്? വെള്ളം എൻ്റെ ചൂടുവെള്ളത്തിൽ കഴുകാനേ. ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിക്കാൻ. ഇതാണ് അടുപ്പത്ത്. പിന്നെ ഉമ്മാൻ്റെ ഞാൻ ചൂടുവെള്ളത്തിൽ കഴുകാട്ടാ. അത് കഴുകിയിട്ട് ഇതിലിട്ട് ഇങ്ങനെ ഒലിമ്പിടിക്കേ അല്ല, അതിൽ കടന്ന് തിളക്കട്ടെ. 2-3 അമ്മ കഴുകി വെച്ചിക്കണ്. അതാണ് കേട്ടോ ഈ അടുപ്പത്ത് ഇങ്ങനെ വെച്ചിക്കണത്. ഉമ്മാക്ക് കൊടുത്ത പാത്രവും തെക്കണ്, ഉമ്മാൻ്റെ തെക്കണ്. ഇത് കഴുകി വെച്ചതാണ്, ചൂടുവെള്ളമാണ്. അത് കഴുകിയിട്ട് ഇങ്ങനെ തന്നെ ഈ ചൂടുവെള്ളത്തിൽ ഇട്ട് അടച്ച് വെച്ചത്. രണ്ടാൾക്കും വേറെ വേറെയാണ്. ഇത് ഉമ്മമാന്റെ നമ്മൾ ചൂടാക്കി വെക്കണത്, അത് കനിയന്റെ ചൂടാക്കി വേറെ. പിന്നെ ഞാൻ ഈ പാത്രത്തിൽ മൂടി അടക്കട്ടെ ആവി. എന്ത് ഒലക്കായാലും ഇത് ഈ ചൂടുവെള്ളത്തിൽ വന്നിട്ടുണ്ടെങ്കിലല്ല ഇട്ടാട് താല്പിച്ചു അല്ലേ? എങ്ങനെ നിങ്ങൾക്ക് ആവി വെച്ചണമ്മ? ഇതല്ല നമ്മളെ മെയിൻ പ്രശ്നം. നമ്മളെ മെയിൻ പ്രശ്നം ബാത്റൂമാണ്. തീരുമാനാക്കിക്കണേ. ഇവിടെ വരിമാ ബാത്റൂമൊക്കെ ഡെറ്റോൾ ഇട്ട് സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി. ഓൻ പോയതിനു ശേഷം എല്ലാം ഇതാക്കിയിരിക്കണ്. ഏത് ബാത്റൂമേ? നമ്മളെ ബാത്റൂമിന്റെ അവസ്ഥ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് നമുക്ക് ആകെ ഉള്ളത് ഒറ്റ ബാത്റൂമുള്ളൂ. ഇതാണ് നമ്മുടെ ബാത്റൂമിന്റെ ഇത് മുകളിലൊക്കെ ഓടാണ്. ആ ഓടൊക്കെ എന്തായാലും എനിക്കറിയില്ല, പൊട്ടിച്ചാടി പോയി തോന്നുന്നു. പിന്നെ നമ്മൾ ഷീറ്റ് വിരിച്ചതിന് വെച്ചിട്ട്. അപ്പോൾ ബാത്റൂമിൻ്റെ കാര്യം കുറച്ച് സീനാണ്. അത് നമ്മൾ എത്ര ക്ലീൻ ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇമ്മ യൂസ് ചെയ്യുന്നതാണ്, ഉമ്മമ്മ യൂസ് ചെയ്യുന്നതാണ്, എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒറ്റ ഒന്നിലാണ്. പിന്നെ ഉമ്മമ്മക്ക് പ്രായമായതാണ്. നമ്മൾ ഉമ്മമാനെ അധികം ഇതാക്കണ്ട. നമ്മൾ എത്ര ക്ലീൻ ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ശരിയാവില്ല. അതുകൊണ്ട് നമുക്ക് താഴെ അപ്പുറത്തൊരു ബാത്റൂം ഉണ്ട്. അത് ഞങ്ങളതല്ല, നമുക്ക് പറഞ്ഞുതരാം. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. വാ വരി. ഇതൊക്കെ ഇത് തിളക്കണം കൂടി അതിൽ കണ്ടോട്ടെ, അല്ലേ പിന്നെ ഓല് അതും കമന്റ് പറയും. എന്ത് ഈ പാത്രങ്ങളെ ചൂട് വെള്ളം തിളക്കുകയാണ് ഇതില്. ചൂടുവെള്ളം ഞാനേ കൊണ്ടുവച്ചിട്ട് വരാം. മന ചൂടുവെള്ളം അമ്മക്ക് ആവി പിടിച്ചാലുള്ള. ആ ആവി പിടിക്കൽ കഴിഞ്ഞിട്ട് നമ്മള് ആ സ്ഥലത്തേക്ക് പോണേക്കാരം. ഞാൻ മണ്ണാപ്പുറത്തൊരു പേരുണ്ടെന്ന്. ആ സ്ഥലത്തേക്ക് നമ്മൾ കത്തിയും കൈക്കോട്ടും ഒക്കെ എടുത്തിട്ട് പുല്ലൊക്കെ ചെത്തിക്കോരാണ്ട്. അവിടെ കുറച്ച് പണിയുണ്ട്. ഉമ്മമ്മ ആവി എന്റെ ഗുളിക ആവി പിടിച്ചേ കണ്ണാണോ? അമ്മമ്മ കാണുന്നുണ്ട്. ഒച്ചൊക്കെ പൊയ്ക്കണേ. എങ്ങനെ ആവി പിടിച്ചണേ? ആവി പിടിച്ചാളെ മെഷീനും എല്ലാ ഇതും ഉണ്ട്. പറ്റണില്ല. ഞങ്ങള് പണ്ട് തൊട്ട് ഇതാ ഈ ഒരു സംഭവത്തിൽ തന്നെയാണ് ഇങ്ങനെ കുടുക്കിയിലൊക്കെ വെച്ചിട്ട് ആവി പിടിച്ചു വരുന്നത്. അല്ല എന്നാ ആവി പിടിച്ചല്ലേ. ഞങ്ങൾ എന്നാലേ അപ്പുറത്താ പോയി ബാത്റൂമൊക്കെ ശരിയാക്കട്ടെ ഗായ്സ്. പിന്നെ അനിയൻ്റെ അവസ്ഥ എന്താണെന്ന് കാണിച്ചു തരാം. ഓനിങ്ങനെ അസുഖമുള്ള ആളേ അല്ല, ഓൻ വേറെ ഏതോ ലോകത്താണ്. ചൂടില്ലേ? ഞാൻ ഉമ്മാനോട് ഇത് ചൂടുള്ള ഇതിൽ കൊണ്ടുവന്നേക്കാൻ പറഞ്ഞിട്ട് ടൈറ്റ് ആക്കി വെക്കണ. ഞാൻ അതെങ്ങനെ തുറക്കി കച്ചും വെച്ചിട്ട് തുറന്നോട്ടെ. തീരം കൊടുത്തല്ലേ വേമ്പാ. ആകെ 2 കജ്ജും കാലുണ്ട്. ഉമ്മ വിളിച്ചിടത്ത് എടുക്കുവോ എല്ലായിടത്തും പോണ്ടേ? ഞാൻ ഇന്നെ അടച്ചങ്ങോട്ട് വെക്കട്ടോ. എന്നിട്ട് ഒന്ന് കണ്ണുമ്പി കണ്ട് ഉറങ്ങിക്ക. കണ്ണിൽ ചോര എങ്ങനെ നോക്കട്ടെ? അങ്ങോട്ട് നോക്കി അതേപോലെ തന്നെ. എങ്ങനെ കണ്ണു ചോര കുറവില്ല, അത് മാറിക്കോളും. എന്തിനു നോക്കണോ? അവിടെ കുടിച്ചാടെ വെച്ചോളൂ. ഉമ്മ പിന്നെ ഇതാക്കിട്ട പോരെ. ഉമ്മ ഞാൻ പറഞ്ഞ കൈക്കോട്ടും കത്തിയെടുക്കി. എവിടെ? ആശുപത്രിയില് ഓല് കണ്ടപ്പോ തന്നെ പറഞ്ഞിക്കണേ. ഗൈസ് ഞാൻ നിങ്ങൾക്ക് ബാത്റൂം കാണിച്ചു തരാം. ഇതാണ്. ഇവിടെ ആൾതാമസമൊന്നും ഇല്ല. ഇത് ബാത്റൂം അല്ല കേട്ടോ, ഇത് പെരയാണ്. ഇതിനപ്പുറത്ത് ചെറിയൊരു ബാത്റൂം ഉണ്ട്. ഇവിടെ ആകെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഈ വൈക്കോടൊക്കെ വേണം പോവാൻ. ആ കാണുന്നതാണ് ബാത്റൂം. അല്ലാ, ഇവിടെ ഭയങ്കര കാടാണല്ലോ. ഇവിടെ ആകെ വെട്ടി തളിക്കേണ്ടി വരും തോന്നുന്നുണ്ട്. പക്ഷേ മെയിൻ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഇതിൻ്റെ ഈ ഓണർ, അതായത് ഈ ബാത്റൂമിൻ്റെ ഈ പെരൻ്റെ ഓണറാണ് ആ കിടക്കുന്നത്.
അപ്പോൾ അവിടെ പോയി ചോദിച്ചണം. അവിടെ ചോദിച്ചാതെ ഇതാക്കി കഴിഞ്ഞാൽ സീനാവും എന്നാണ് ഉമ്മ പറയുന്നത്. പോയി ചോദിച്ചു നോക്കാം. ഓല് സമ്മതിക്കില്ലെന്നൊന്നും അറിയില്ല. പോയി ചോദിച്ചു നോക്കാം നമുക്ക്. ഗൈസ് ഞാനങ്ങനെ ചോദിച്ചു വന്നു, സമ്മതിച്ചു കിട്ടും. ഓല് പറഞ്ഞപ്പോൾ തന്നെ കുഴപ്പമില്ല, അവിടെ ആകെ കാടല്ലേ, അതൊന്ന് വെട്ടി ക്ലീൻ ആക്കിയാൽ മതിയെന്ന് സമ്മതിച്ചു. ആ അതിന് ചുറ്റൊന്ന് വൃത്തിയാക്കട്ടെ. വൃത്തിയാക്കണേ അതൊക്കെ നിറച്ചു കിണർ കാണുന്നോക്കാം. ഞാൻ ഉമ്മയെ വൃത്തിയാക്കണം കരുതി. അപ്പോഴത്തേക്കും ഉമ്മ പനിച്ചില്ലേ. കുഴപ്പമില്ല. ആ കാട് കുറച്ച് കാടുണ്ട്, അത് കുറച്ച് ക്ലീൻ ആക്കാണ്ട്. അയാൾ പറഞ്ഞോ? അയാൾ തന്നെയാണോ കണ്ടത്? അല്ല പിന്നെ ആരെ പോയി കാണാൻ? അയാൾ തന്നെ പോയി കണ്ടേ. അയാൾക്ക് എന്താ അസുഖമാണല്ലോ, കിടക്കാണല്ലോ. അപ്പൊ നമുക്ക് ഇനി പണി തുടങ്ങാം. എന്റെ കത്തിയാന് കുറച്ച് മെനക്കെട്ട പണിയാണ്. പണിന്റെ എന്ത് കൂലി? നമുക്ക് ഫുള്ളായിട്ടാണ് ക്ലീൻ ആക്കാന്നല്ലേ. ഇങ്ങോട്ട് ഇങ്ങനെ വയ്യ മാത്രം ക്ലീൻ ആക്കിയാൽ മതി. കുഴപ്പമില്ല. പണി നോക്കട്ടെ. ഞാൻ അവിടെ ചോദിച്ചു പോന്നാ കേട്ടോ. ഇനി നമ്മള് ഇതൊക്കെ വെക്കണേ നമുക്കിന്ന് പണി തുടങ്ങാം. നമുക്കിത് കഴിഞ്ഞിട്ടേ ഈ ടാങ്ക് വെള്ളം ഒന്ന് കളയണം ആദ്യം. അതെന്തിന്? അതിലേക്ക് വെള്ളം അടിച്ചാതപ്പോ ദീക്കാവൂലല്ലോ. ആണോ? അതിന്മേന്ന് കേറി വെക്കണം. ഇതാ വെള്ളത്തിന്റെ അവസ്ഥ അറിയണേ. അതൊക്കെ നോക്കാം. ആദ്യം നമുക്ക് ഈ കാടൊന്ന് ക്ലീൻ ആക്കാം. ആ വെള്ളം പെയ്യില് പോകും. കൈക്കോട്ട് ഞാൻ കൈക്കോട്ട് എടുക്കാൻ വേണ്ടിട്ട്. കൈക്കോട്ട് എടുക്കണേ. ആ പിന്നെ ഇത് ചെത്തിക്കോരണ്ടേ? ചെത്തിയും കോരണം. ഞാന് ബാത്റൂമിന്റെ അവസ്ഥ എന്താന്ന് വെട്ടിയിട്ട് പോകാൻ പറ്റുള്ളൂ. ഒറ്റെടുക്കാൻ മടിച്ചല്ലേ. പോയി നോക്കട്ടെ. ഇതാണ് ഗൈസ് ബാത്റൂം. മണ്ടിച്ചല്ലേ പറഞ്ഞിട്ട് ഇതാണ് അവസ്ഥ. കുഴപ്പമൊന്നുമില്ല കേട്ടോ. മണ്ടിച്ചല്ലേ എവിടെയും വല്ലതും തൂങ്ങിക്കൊണ്ട് നോക്ക്. പാമ്പാളൊന്നുമില്ല. നമുക്ക് ബാത്റൂമിൻ്റെ ഉള്ളിൽ പാമ്പുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഇത് വെള്ളം വരുമോ? വെള്ളം വരുന്നുണ്ട്. വെള്ളമുണ്ട്. ആ വെള്ളം നല്ല വെള്ളം കൂടിയാണോ എന്ന് അറിയണേ. സാധനം വർക്കിംഗ് ആണ് ഗൈസ്. നമ്മളെ നിരാശപ്പെടുത്തിയില്ല ബാത്റൂം. സാധനം വർക്കിംഗ് ആണ്. കണ്ടോ ഇപ്പം തന്നെ ക്ലീൻ ആയാലും വയ്യൊക്കെ. ഇതേപോലെ 2 വെട്ടലിന് വെട്ടി കഴിഞ്ഞാൽ വയ്യ ക്ലീനായി. അത് കുളിമുറി കേട്ടോ. കുളിമുറി നമുക്ക് വേണോ? നമുക്ക് വേണമെന്നുണ്ടെങ്കിലേ ചോദിച്ചിട്ട് ഈ ബാത്റൂമിൻ്റെ എടുത്താലോ. ബാത്റൂം മാത്രം സെറ്റായില്ലേ. യൂറോപ്യൻ ബാത്റൂം നോക്ക്. അതിപ്പം ആണെങ്കിൽ നമ്മളവിടെ അതൊന്ന് കൊണ്ടുവച്ചാ പോരെ. എന്തിതോ മതിയോ? ഇതല്ല വേറൊന്ന് വാങ്ങിയിട്ട് അതിന് ഫിറ്റ് ചെയ്യാ പോരെ. തന്നെ എന്ത് പണി അയക്കാരിപ്പോ അത്. ആ പരിയിൽ യൂറോപ്യൻ ഗ്ലോസ് ഇട്ടാണ്ട് വെച്ചാ കാണാ. പണിയെടുക്ക്. പിടിച്ച ഞാൻ എനിക്ക് ഇതൊന്നും വെച്ചാനറിയും. ഇങ്ങനെയാണ് കാട് വെട്ടല്. തൊഴിലുറപ്പിനൊക്കെ പോയോണ്ട് കാട് വെട്ടാനറിയാം. ഇവിടെ പോണ വജ്ജ മാത്രം വെട്ടിയാൽ പോരാ. അതിന് ചുറ്റും ഇങ്ങനെയൊക്കെ വെട്ടിയിടണം. എല്ലാ പിന്നെ അന്തിക്കാണ് വരുന്നേച്ചെങ്കിൽ വല്ല എന്തൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വെട്ടണം. ഇതിൻ്റെ ഉള്ളും വൃത്തിയാക്കണം. വെട്ടിയിടണം. ഇതിനുള്ളല്ലേ ഈ കറക്കണേ. അതൊക്കെ നമുക്ക് ക്ലീനാക്കാം ഗൈസ്. കുറേ നേരത്തെ പണിയെടുക്കൽ കഴിഞ്ഞപ്പോൾ നമ്മളെ സ്ഥലം ഇങ്ങനെ ആയിട്ടോ. കണ്ടില്ലേ? ഇപ്പോഴാ മൂലക്കെ ഞാൻ ഈ 2 ബാത്റൂമും ക്ലീൻ ആക്കുകയാണ്. ഇവിടെ ഇത്ര കാട് പോയില്ലല്ലേ. ഇനി അങ്ങോട്ട് ആകെ കുറച്ചും പാടേ ഉള്ളൂ. ഇനി ബാത്റൂം ഇതാക്കാണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഉള്ളൊക്കെ ഇങ്ങനെ ഫുള്ള് ക്ലീനാക്കി. ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ ഇത് കണ്ടില്ലേ, ആകെ മണ്ണൊക്കെയാണ്. അപ്പോൾ ഇതും പാട് ക്ലീനാക്കി കഴിഞ്ഞാൽ നമുക്ക് പുതിയ ബാത്റൂമായി ഗൈസ്. ഇനി നമുക്കുള്ള പണി ഇതൊക്കെ ഒന്ന് സോപ്പിട്ടൊന്ന് ഉരച്ച് കഴിക്കണം. ഇതിൻ്റെയൊക്കെ കളർ കണ്ടില്ലേ. ഇതൊക്കെ ഒന്ന് സോപ്പിട്ട് ഉരച്ച് കഴി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം പണി കഴിയാനായി. ഇതിനൊക്കെ റെഡിക്കുള്ള നിറ എന്താണാവും. നല്ലോണം പെയ്യുമ്പടല്ലേ. മഴ പെയ്യുണ്ടോ? മഴ പെയ്യുണ്ട്.
ഇതൊക്കെ കേടായ വെള്ളമാണ്, നല്ല വെള്ളമല്ല കേട്ടോ കളയുന്നത്, ഇതൊക്കെ കേടായ വെള്ളമാണ്. ഇനി ഈ വയ്യില്ലേ, നമ്മൾ ഈ ബാത്റൂമിൽ പോണ വയ്യ മാത്രം ഒന്ന് ചെത്തിക്കൊരാണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ബാത്റൂമിൻ്റെ പണി കഴിഞ്ഞ് ഇത് ഇങ്ങോട്ട് വരാനുള്ള വയ്യാണ് കേട്ടോ. നമ്മുടെ ബാത്റൂമിക്ക് ഇവിടേക്ക് അത്യാവശ്യം കഴിഞ്ഞു, എല്ലാ പണിയും കഴിഞ്ഞു. ഞങ്ങൾക്ക് ബാത്റൂം കാണിച്ചു തരാം എന്താ അതിൻ്റെ അവസ്ഥ. ഇത്രയ്ക്ക് വൃത്തിയുണ്ടായി കേട്ടോ ഗൈസ്. ഇത് ഞാൻ സ്വന്തത്തിന് എടുത്താലോ എന്നാ, നല്ല അടിപൊളിയിൽ വൃത്തി വെച്ചില്ല. കണ്ടില്ലേ കഴിഞ്ഞില്ലേ? ഗായ്സ് കൊയങ്ങി കേട്ടോ, കുറേ നേരത്തെ പണിയാണ് കഴിഞ്ഞ്. ഗായ്സ് അതേപോലെ ഒരു കാര്യം പറയാനുണ്ട്. കണ്ടുപോയോ? ഉറങ്ങിയോ? അതായത് നീ ലേറ്റ് ഇട്ടാ, ഇന്നെ കൊണ്ട് കൈ കൊണ്ടൊന്നും പറ്റുന്നില്ലല്ലോ. അതായത് അനക്കുള്ളതാണ് ആ ബാത്റൂം. ഇത് അങ്ങോട്ട് പോകണം. ഞങ്ങൾക്ക് മൂന്നാൾക്കുള്ളത് ഇവിടെ. കാരണം ഉമ്മമാനെ കൊണ്ട് അങ്ങോട്ടും വണ്ടി പായില്ല കിടക്കൂല. അതുകൊണ്ട് ഇജ്ജ് പോവാ, അങ്ങോട്ട് പോവാ. പതുക്കെ പോയാ മതി. അവിടെ ഡെറ്റോളും സോപ്പും ഒക്കെ കൊണ്ടുവച്ചേരും. ആർക്ക് വയ്യൊക്കെ ഞങ്ങൾ അടിപൊളിയാക്കിക്കണി. ഇമ്മമ്മ അങ്ങോട്ട് പോവാൻ നിൽക്കണ്ട. ആയിക്കോട്ടെ, കുഴപ്പമില്ലായിരുന്നു. ഇമ്മമ്മയൊക്കെ ഇവിടെ സാധാ പോണ മൈക്ക് പോവാ. അല്ലടാ ഇമ്മമാക്കൊന്ന് ടെസ്റ്റ് ചെയ്യണോന്ന്. എന്ത് എന്ത് മഞ്ഞപ്പിത്തത്തിന്റെ? ഉമ്മമാക്ക് പനി കുറവുണ്ടല്ലോ. ആ ഉമ്മമാക്ക് ഈ കൊരന്റെ കുഴപ്പം മാത്രമേ ഉള്ളൂ ഇപ്പൊ. പനിയൊന്നുമില്ല, പനിയൊക്കെ പോയിക്കണേ. ചുമ മാത്രമേ. കഫക്കെട്ട് ഒക്കെ അങ്ങൊന്ന് പോയി നോക്കിയാലോ, ടെസ്റ്റ് ചെയ്ത് വരിക. എന്ത് ടെസ്റ്റ് ചെയ്യാനാ പോയിട്ട്? ബ്ലഡ് ഒന്ന് എവിടെ? ഇവിടെ അല്ലേ? ഇവിടെ ഉണ്ടാവില്ലേ? അല്ല മാത്രമല്ല പോകുക, അവിടെയല്ലേ ഇപ്പം അമ്മനെ കാട്ടിയത്. ടെസ്റ്റ് ചെയ്യാൻ എവിടെ നിന്നാണ് ടെസ്റ്റ് ചെയ്യുക? ഇപ്പോഴെന്ന് പറഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ നോക്കാൻ. അത് ഡോക്ടർ പറയോ നമുക്ക് ചുമ ഉണ്ടോ ഇല്ലേ നോക്കാം. അവിടെ ലാബൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇന്ന് അമ്മമാനൊന്ന് പോയി ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നത്. അതായത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനാണ്. അമ്മക്ക് പനിയൊന്നും ഇല്ല, ആകെ വെറും ചുമ മാത്രമേ ഉള്ളൂ. എന്നാലും വെറുതെ ഒന്ന് പോയിട്ട് ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ച് കൊണ്ടുപോവാണ്. ഇവിടെ അടുത്തേക്ക് തന്നെയാണ് പോണത്. അപ്പോൾ അല്ലേ ഗൈസ്, ഉമ്മമാൻ്റെ ബ്ലഡും യൂറിനോട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ഏകദേശം എത്ര മണിക്കൂറാണെന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ. 1 മണിക്കൂർ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. നമ്മൾ വെറുതെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്, അഥവാ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് ഇല്ലേന്ന് അറിയാൻ വേണ്ടി ചെക്ക് ചെയ്ത് നോക്കുകയാണ് അല്ലേ. പനിയൊന്നുമില്ല, അത് ചുമ മാത്രമേ ഉള്ളൂ. ഉമ്മക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു പേടി ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ വെറുതെ ചെക്ക് ചെയ്യണത്. എന്തായാലും നമുക്ക് റിസൾട്ട് നോക്കി നോക്കാം. നമ്മളങ്ങനെ ഉമ്മമാനെ ഹോസ്പിറ്റലിൽ കാണിച്ചു, റിസൾട്ട് കിട്ടി. ഉമ്മമാക്ക് ഒരു കുഴപ്പമല്ല അല്ലേ? സമാധാനായി. എന്തിനേം പറയണ്ട. ആ വലിയമാക്ക് എന്താ പറയാ, ബ്ലഡും അതൊന്നും കുഴപ്പമില്ല. അത് സാധാ ചുമയാണ്, അത് ഇങ്ങോട്ട് വലിയോട് മാറിക്കോളും. പിന്നെ അതേപോലെ തന്നെ ഞങ്ങളെ കൊതുകുതിരി കഴിഞ്ഞിനി. കൊതുകുതിരിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങി. കാരണം ഇവിടെ ഭയങ്കര കൊതുക്കാണ്. കാരണം ഓനെ കൊതുക് കുത്തും, ആ കൊതുക് വന്ന് ഇന്നെ കുത്തും, അങ്ങനെയൊക്കെ പകരം ചാൻസ് ഉണ്ട് ഗൈസ്. നമ്മളെല്ലാ മുൻകരുതലും നമ്മൾ എടുക്കണം. ഞാൻ കടിക്കോളി. ആ ഗൈസ്, അപ്പം നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പക്കം പോവാണ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതൊരു എല്ലാവർക്കും ഗൈസ് ബൈ. മമ്മക്ക് വീക്കാത്തോണ്ടാണ്, അല്ലെങ്കിൽ മമ്മ പോവാ പറഞ്ഞു. അപ്പോൾ ശരി.